ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ലെവൽ 2 വീഡിയോസ് ആണ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ലെവൽ 2 കാണുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ലെവൽ 1 വീഡിയോ കണ്ട് ഓരോ പ്രോബ്ലവും ചെയ്ത് പഠിക്കണം. കാരണം ലെവൽ 1 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യനും ടെസ്റ്റിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ പബ്ലിക് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലെല്ലാം മാറി ആയിരിക്കും അടുത്ത അക്കാഡമിക് ഇയറിലോട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഏത് വേണമെങ്കിലും ടെസ്റ്റിൻ്റെ മുക്കും മൂലയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു A+ലേക്ക് 95% മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കാണേണ്ട ഏതാണ്? ലെവൽ 1 വീഡിയോ. അത് കണ്ടതിന് ശേഷം മാത്രം ലെവൽ 2 വീഡിയോ കാണാമുള്ളൂ. ഇവിടെ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മേക്ക് ദ നമ്പർ ഓഫ് സീക്വൻസ് ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സീക്വൻസ് എഴുതാൻ പറഞ്ഞേക്കണം. സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾ ആൻഡ് ഒന്നാമത്തെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ, രണ്ടാമത്തെ സം ഓഫ് ഔട്ടർ ആംഗിൾ, മൂന്നാമത്തത് സം ഓഫ് ഇന്നർ ആംഗിൾ, നാലാമത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ് എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ് എന്ന് പറഞ്ഞാൽ 3, 4, 6 ആണ് നമ്പർ ഓഫ് സൈഡ്സ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ഓഫ് ഇന്നർ ആംഗിൾ ആണ്. അതിനകത്ത് ഒന്നാമത്തെ സൈഡ് നമുക്ക് തന്നേക്കണം എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാ മക്കളെ? n-2 × 180 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ 3 - 2 × 180 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 180, ആൻസർ 180 വരും. ആദ്യത്തെ ഇന്നർ ആംഗിൾ നമുക്ക് 180 വരും. ഇനി ഇതുപോലെ നമ്മൾ എന്നിന് അടുത്ത വാല്യൂ കൊടുക്കണം, 4 കൊടുക്കണം. അപ്പോൾ ഇവിടെ 4 - 2 × 180 വരും. ദാറ്റ് ഈസ് ഈക്വൽ 4 - 2 2 ആണ്. അപ്പോൾ 2 × 180 വരും. 2 × 180 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 360 വരും. ഇനി നമ്മൾ എന്നിന് 5 കൊടുക്കുക. എന്നിന് 5 കൊടുത്തു. നമ്മൾ റെഗുലർ പെൻറ്റഗണും റെഗുലർ റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെയാണ് നമ്മൾ ഈ വാല്യൂ വരുന്നത്. n 5 വരുമ്പോൾ എന്ത് വരും? 5 - 2 × 180 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 180, ദാറ്റ് ഈസ് ഈക്വൽ ടു 540 വരും. ഒരു 3 എണ്ണമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. വേറെ നാലാമത് എണ്ണം കണ്ടുപിടിച്ച സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് കിട്ടിയത് 180, സെക്കൻഡ് കിട്ടിയത് 360, അടുത്ത് കിട്ടിയത് 540 എക്സെട്ര വരും. ഒന്നാമത്തെ ആൻസറായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിളാണ്. നമുക്കറിയാം ഏതൊരു സൈഡ് എത്ര വന്നാലും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എപ്പോഴും നമ്മൾ പഠിച്ചേക്കണെയാണ് ചെറിയ ക്ലാസ്സിൽ. ദാറ്റ് ഈസ് ഈക്വൽ 360 ആയിരിക്കും. അപ്പോൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സൈഡ് എന്തോ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏത് സൈഡ്, ഇപ്പോൾ എന്നിന് 3 വന്നാലും നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ആയിരിക്കും. എന്നിന് 4 വന്നാലും എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ആയിരിക്കും. എന്നിന് 5 വന്നാലും എക്സ്റ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞാൽ 360, 360, 360 എക്സെട്ര ആയിരിക്കും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റീരിയർ ആംഗിൾ ആണ്. 1 ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ n3 ആകുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇൻറ്റീരിയർ ആംഗിൾ 180 ആണ്. അപ്പോൾ 3 എണ്ണത്തിൻ്റെ വാല്യൂ ആണ് 180 വരുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180/3 ആണ്. നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, 60 ആയിരിക്കും നമുക്ക് ഒരാംഗിൾ വരുന്നത്. ഇനി അതുപോലെ n4 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഉള്ളതിൻ്റെ 1 ഇൻറ്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 360 / 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, വീണ്ടും നമ്മൾ നോക്കാം. n ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ n5 ആണെങ്കിൽ 1 ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ 540 കിട്ടിയേക്കണത്. അപ്പോൾ 5 എണ്ണത്തിൻ്റെ വാല്യൂ ആണ് 540. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ എന്തായിരിക്കും? 1 ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 540 / 5 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 108 വരും. അപ്പോൾ നമ്മൾ 3 നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തത് 60 ആയിരിക്കും, 60 ഡിഗ്രി. രണ്ടാമത് കിട്ടിയത് 90 ഡിഗ്രി. അടുത്ത് കിട്ടിയത് 108 ഡിഗ്രി എക്സെട്ര വരും. അപ്പോൾ നമ്മുടെ സീക്വൻസ് ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ നമ്മൾ 1 എക്സ്റ്റീരിയർ ആംഗിൾ, 1 ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ, 1 എക്സ്റ്റീരിയർ ആംഗിളും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ n3 ആകുമ്പോഴും നമുക്ക് എത്രയാണ് എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടിയത്? 360 ആണ്. അപ്പോൾ ദയർഫോർ നമുക്ക് എന്ത് കൊടുക്കാം?
ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 3 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 120 ഡിഗ്രി വരും നമുക്ക് ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇനി N4 ആകുമ്പോഴും ഇതേ എക്സ്റ്റീരിയർ ആംഗിൾ 360 ആണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 4 വരും. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി വരും. ഇനി ഇതെന്ന് പറഞ്ഞാൽ N=5 ആകുമ്പോഴുള്ളതും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 72 ഡിഗ്രി വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി വരും. ഇതെല്ലാം നമുക്കൊരു സീക്വൻസ് ആയിട്ട് എടുത്ത് എഴുതാം. ഫസ്റ്റ് 120 ഡിഗ്രി, അടുത്തത് നമുക്ക് 90 ഡിഗ്രി, അടുത്തത് നമുക്ക് കിട്ടിയത് 72 ഡിഗ്രി എക്സെട്ര.